എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിജോയ് ചടങ്ങ് കുഞ്ഞടീന എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ വ്ളോഗിൽ ഇൻട്രോ മാത്രമാണ് സിജോയ് ചടങ്ങിൻ്റെ സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് കുഞ്ഞണീൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞണീൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ കുഞ്ഞണീന് ഒരു പാട്ട് പാടാനായിട്ടൊരു മോഹം. അപ്പോൾ കുഞ്ഞണീന് എന്നോട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സിജോയ് ചേട്ടാ, നമുക്ക് ഈ ഓണം വരാൻ പോവല്ലേ, ഒരു പ്രോഗ്രാം ചെയ്താലോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പ്രോഗ്രാം? അപ്പോൾ കുഞ്ഞണി പറഞ്ഞു, സിജോയ് ചേട്ടന് ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് ഓഡിയൻസിൽ ഒന്ന് കേൾപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞണി പറഞ്ഞു, എനിക്കൊരു മാവേലി തമ്പുരാൻ്റെ പാട്ട്, എന്തായാലും ഓണല്ലേ, ഇനി ഓണത്തിന് ഇനി അധികം ദിവസമില്ല, നാളെ കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഓണം. അപ്പോൾ എന്തായാലും ഓഡിയൻസിന് മുമ്പിൽ ഒരു പെയിനായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് ഒരു മോഹനോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ആഗ്രഹം അങ്ങോട്ട് നടക്കട്ടെ. അപ്പോൾ എന്തായാലും വായോ, നമുക്ക് ഒന്ന് ഇരിക്കാം. ഞാനങ്ങനെ പറഞ്ഞ് സമ്മതിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ് ഞങ്ങൾ പാട്ട് പാടാനായിട്ടുള്ള സമ്മതം നമ്മൾ കൊടുത്തു. വേറൊന്നല്ല, നമ്മുടെ പാട്ട് പാടാനായിട്ട് പോകുന്നത് നമ്മളെ മാവേലി തമ്പുരാനെ കുറിച്ചിട്ടാണ്. ചിലവരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞണിയും പാടുമ്പോൾ ഉള്ള രസം എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കേട്ടിടത്തോളം എനിക്ക് നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ എന്തായാലും ഓണം പ്രമാണിച്ചല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ അത് സമ്മതിച്ചു. അപ്പോൾ എന്തായാലും വന്ന് പാടട്ടെ, ഒന്ന് അങ്ങോട്ട് പാട്ട് പാടിപ്പോട്ടെ. നിങ്ങളത് കേട്ടിട്ട് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അതൊക്കെ ചെയ്യുക. അപ്പോൾ ആവശ്യത്തിനൊരു ആഗ്രഹമില്ല, അതൊക്കെ ചെയ്യുക. അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല. ഞാൻ എന്തായാലും കുഞ്ഞണിയിൽ നിന്ന് വിളിക്കാം. കുഞ്ഞണി ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലേ, വാളിയ. അടിയാൻ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ മാറി നിൽക്കണം. അളിയപ്പോൾ വരും. അളിയ വന്നിട്ട് അളിയന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാവേലി തമ്പുരാൻ്റെ ആ ഒരു പാട്ട് അത് പാടും. അപ്പം നിങ്ങൾ നല്ല മനസ്സുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാട്ടൊന്ന് കൈയടിക്കുക. നല്ലതാണെങ്കിൽ കൈയടിക്കുക, ചീത്തയാണെങ്കിൽ ഒഴിവാക്കി വിടുക. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞണീൻ്റെ പാട്ടൊന്ന് കേൾക്കാം. അപ്പോൾ കുഞ്ഞണീന്ന് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ
ഹായ് കൂട്ടുകാരി, ഈ സോഫയിലിരിക്കുന്നത് ഞാനല്ല കേട്ടോ, ഈ പറയുന്ന വ്യക്തി തന്നെയാണ് കുഞ്ഞളിയൻ. അപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഓണപ്പാട്ട് ആയിട്ടാണ്. ഓണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല. നാളെ കഴിഞ്ഞ മറ്റന്നാളാ ഓണോ? ഇന്നല്ല, മറ്റന്നാളാ. അപ്പൊ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അപ്പൊ ഈ കുഞ്ഞാളിന്റെ ഭാഗ ഒരു ഓണപ്പാട്ട് എന്നാ പിടിച്ചോ? പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കണേ. അപ്പൊ പാട്ട് പാടാൻ പോവാണ് ഈ കുഞ്ഞാളിയെ. എന്നെ പിടിച്ചോ? മാവേലി നാടുവാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂട്ടില്ലതാനും. മാവേലി നാടുവാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂട്ടില്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണ്ടങ്ങൾ കേൾക്കാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, ഇല്ലോളമില്ല പുളി വചനം. കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂട്ടില്ലതാനും. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കണേ കേട്ടോ. ഒന്ന് സഹായിക്കണേ മക്കളെ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.